നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് രണ്ട് ആട്രിബ്യൂട്ട്സുകൾ ഒരു സെയിം റിലേഷണൽ ഡാറ്റാബേസ് ടേബിളിൽ വരുവാണെങ്കിൽ ആ ആട്രിബ്യൂട്ട്സുകൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ, അതിൻ്റെ തമ്മിലുള്ള റിലേഷൻസ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് ഇതെന്ന് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഇവിടെ ഡിറ്റർമിനൻ്റ് ആയിട്ടും അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡ് ആയിരിക്കും നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യണത്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ബി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റും ബി എന്ന് പറയുന്നത് ഡിറ്റർമൈൻഡും എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? എ ടെൻസ് ടു ബി എന്ന് പറഞ്ഞ് എഴുതാം. അല്ല എങ്കിൽ എ ടെൻസ് ടുയുടെ സിമ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്പെൻഡൻസി എഴുതാം. ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ആണ്, ദാറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഡിറ്റർമൈൻഡ് ആയിരിക്കും. അതാണ് എന്തെന്ന് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പം എനിക്ക് രണ്ട് ആട്രിബ്യൂട്ട് റിലേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്, എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് എയിൽ കുറച്ച് ആട്രിബ്യൂട്ട് വാല്യൂസ് ഞാൻ എഴുതിയിട്ടുണ്ട്, ബിയിലും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് വാല്യൂസും ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എ ടെൻസ് ടു ബി ആണ്. അപ്പോൾ എ ടെൻസ് ടു ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓൺ സ്റ്റേജ് വരുന്നത് എനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഡിപ്പെൻഡൻസി വെച്ച്, അതായത് എ എന്ന് പറയുന്ന എൻ്റെ ഡിറ്റർമിനൻറ്റിനാ ഞാൻ ബി വെച്ച് ഞാൻ ഇവിടെ ക്രോസ് ചെക്ക് ചെയ്യാണ്. അപ്പോൾ എ എന്ന് പറയുന്ന എൻ്റെ ഡിപ്പെൻഡൻസി ഉള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക? ഇവിടെ എ എന്ന് പറയുന്ന ഫീൽഡ് കംപ്ലീറ്റ് ഓൺ സ്റ്റേജ് ആയിട്ട് മാറും. അപ്പോൾ എ എന്ന് പറയുന്ന ഫീൽഡിൽ എന്തൊക്കെയുണ്ട്? 1 2 3 4 2 7 അതുപോലെ തന്നെ ഫോം ചെയ്ത് വരും. ഇനി ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണം? ബീനെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് 1 നമ്മൾ നോക്കണേണ് 1 എടുത്തു എ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിലാണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എൻ്റെ എ എന്ന് പറയുന്ന എൻ്റെ കോളത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെ ഒന്നും വരുന്നില്ല. ദാറ്റ് മീൻസ് 1ൻ്റെ നേരെയുള്ള ഡിപ്പെൻഡൻസി എന്താ? 1 തന്നെയാണ്. അപ്പോൾ സോ അതെന്താ? ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് രണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? എ എന്ന് പറയുന്ന കുളത്തിൽ ഇവിടെയും 2 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെയും 2 വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തും 2 വരുന്നുണ്ട്. ഈ 2ന് നേരെയുള്ള എൻ്റെ ഡിപ്പെൻഡൻറ്റ്, അതായത് എൻ്റെ ഡിറ്റർമൈൻഡ് എന്ന് പറയുന്നത് സെയിം ആണോ എന്ന് നോക്കാം. അപ്പോൾ 2ന് നേരെയുള്ള എൻ്റെ ഡിറ്റർമൈൻഡ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്, ഇവിടെയും എന്താ 4 ആണ്. അപ്പോൾ സോ എന്താ? രണ്ടും തമ്മിൽ എന്താ? ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ 3 വന്നു, 3ക്ക് വേറെ ഒന്നുമില്ല, 9 ആണ്. അപ്പോൾ സോ അതെന്താ? ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെ എനിക്ക് എന്താ? എ എന്ന് പറയുന്ന എല്ലാ വാല്യൂസിനെയും ക്രോസ് ചെക്ക് ചെയ്യുക. അപ്പോൾ ക്രോസ് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ റിസൾട്ട് എന്ത് വരും? 2 4 2 പ്രാവശ്യം വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തേക്കണത്? ഒരു പ്രാവശ്യം ഇട്ടേക്കണത്. ഡ്യൂപ്ലിക്കേഷൻസ് അവിടെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഇനി ബി ടെൻസ് ടു എ ആണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ബി എന്ന് പറയുന്ന കോളാണ് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് എനെ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ബിയിൽ ഫസ്റ്റ് 1 നോക്കിക്കേ, 1. ഈ 1 എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എൻ്റെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ബി എന്ന് പറയുന്ന കുളത്തിൽ ഇല്ല. അപ്പോൾ സോ അതിൻ്റെ ഒരു ഡിപ്പെൻഡൻസി ഉള്ളൂ. ദാറ്റ് മീൻസ് അതെന്താ? ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി 4 എന്ന് പറയുന്നത് ഇവിടെയും 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. പക്ഷെ അതിൻ്റെ നേരെയുള്ള എ എന്ന് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത് എന്തിനെ? ആ 2നെ തന്നെയാണ്. അപ്പോൾ രണ്ടിലും സെയിം തന്നെ വന്നേക്കണോണ്ട് അതെന്താ? ഫങ്ഷണലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാം. ഇനി 9 എടുത്തു. 9 എന്ന് പറയുന്നത് ഇവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. പക്ഷേ അതിൻ്റെ നേരെയുള്ള എയുടെ വാല്യൂ എന്താ? ഒരെണ്ണത്തിൽ 3യും ഒരെണ്ണത്തിൽ 7. അപ്പോൾ രണ്ടും എന്താ? രണ്ട് ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് അവിടെ ബിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ സോ അതെന്താ? ഫങ്ഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഫോം ചെയ്യും. അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ ബി ടെൻസ് ടു എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതുപോലെ ഒരു റിസൾട്ട് കിട്ടും. ഇതാണ് നമ്മുടെ എന്തെന്ന്? നോർമൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇനി ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് നമുക്കുള്ളത്. ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്, നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്. ഇനി എന്താ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്? എപ്പോഴും ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിറ്റർമിനൻറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ എംപ്ലോയി ഐ ഡിയും എംപ്ലോയി നെയിമും കൊടുത്ത് എംപ്ലോയി ഐ ഡി എംപ്ലോയി നെയിം എന്ന് പറയുന്നത് എംപ്ലോയി നെയിമില്ലെന്ന് വരുന്നതാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അതെന്താ? ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ്. ഇനി നോൺ ട്രിവിയൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് എന്താ? സ്ട്രിക്ട്ലി ഡിറ്റർമിനൻറ്റിൻ്റെ സബ്സെറ്റ് ആയിരിക്കില്ല. അപ്പം അങ്ങനെ വരുന്നതാണ് എന്തെന്ന്? നോൺ ട്രിവിയൽ കണ്ടീഷൻ. ഇനി വേറൊരു ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയും കൂടി ഉണ്ട്, അതാണ് സെമി നോൺ ട്രിവിയൽ. അതായത് രണ്ടിൻ്റെയും പ്രോപ്പർട്ടീസ് അവിടെ എന്ത് ചെയ്യും? മിക്സ് ചെയ്ത് വരും. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ്. ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്, നോൺ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്.
ഇനി നെക്സ്റ്റ് വണ്ണാണ് ആംസ്ട്രോങ് ആക്സിയോംസ്. ആംസ്ട്രോങ് ആക്സിയോംസ് എന്ന് പറയുന്നത് നമുക്ക് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് റൂൾസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു മാത്തമാറ്റിക്കൽ റിലേഷൻസ് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിനെ കണ്ടുപിടിക്കുക എൻ്റെ ഡാറ്റാ ബേസിലാണ്. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആംസ്ട്രോങ് ആക്സിയോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആംസ്ട്രോങ് ആക്സിയോംസ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് വില്യം ഡബ്ല്യു എന്ന് പറഞ്ഞ വില്യം ഡബ്ല്യു ആംസ്ട്രോങ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ആംസ്ട്രോങ് ആക്സിയോംസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് വേറൊരു പേരാണ് നമ്മൾ പറയുന്നത് ഇൻഫറൻസ് റൂൾസ്. എക്സാമിന് ചോദിക്കാം എന്താണ് ഇൻഫറൻസ് റൂൾസ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫറൻസ് റൂൾസ് എന്നുള്ളത്. അപ്പം ആംസ്ട്രോങ് ആക്സിയോംസ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണത് ക്ലോഷർ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്ലോഷർ നമ്മൾ ഡിനോട്ട് ചെയ്യണത് ഇങ്ങനെയാണ്, എഫ് മോളിൽ പ്ലസ് എന്ന് തന്നെ സിമ്പിൾ, പ്ലസ് ആണ് നമ്മുടെ എന്തെന്ന് ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പോൾ എഫ് ക്ലോഷർ എന്നാണ് ഇതിന് പറയണ പേര്. ഇനി ഈ ഇൻഫറൻസ് റൂൾസിൽ നമുക്ക് രണ്ട് റൂൾസ് ആണുള്ളത്, പ്രൈമറി റൂൾസും ഉണ്ട്, സെക്കൻഡറി റൂൾസും ഉണ്ട്. പ്രൈമറി റൂൾസിൽ വരുന്നതാണ് റിഫ്ലെക്സിവിറ്റി, ഓഗ്മെൻറ്റേഷൻ, ട്രാൻസ്പെറൻസി ഓർ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയും. അതിൽ റിഫ്ലെക്സിവിറ്റി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, എ ടെൻസ് ടു ബി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇനി അതുപോലെ തന്നെ ഓഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്നുണ്ട് ബീന, അതുപോലെ സി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, എ സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടെൻസ് ടു ബി സി എന്ന് പറയാം. ഇനി തേർഡ് വണ്ണാണ് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എ ടെൻസ് ടു ബി ആണെങ്കിൽ ബി ടെൻസ് ടു സി ആയിരിക്കും. ദാറ്റ് മീൻസ് എ ടെൻസ് ടു സി എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ ഇൻഫറൻസ് റൂൾസിൻ്റെ പ്രൈമറി റൂൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡറി റൂൾസ്. സെക്കൻഡറി റൂൾസിൽ വരുന്നതാണ് യൂണിയൻ, ഡീകമ്പോസിഷൻ, സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂണിയൻ. യൂണിയൻ എന്ന് പറയുമ്പോൾ എ ടെൻസ് ടു ബി ആണെങ്കിൽ എ ടെൻസ് ടു സിയും ആണെങ്കിൽ എനിക്ക് എന്തായിരിക്കും വാല്യൂ വരുന്നത്, എ ടെൻസ് ടു ബി സി. അതായത് എൻ്റെ രണ്ട് ഡിപ്പെൻഡൻറ്റ് ചെയ്തിരിക്കുന്ന ബിയുടെയും സിയുടെയും എന്ത് ചെയ്യും, ടോട്ടൽ വാല്യൂ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താ, എ ടെൻസ് ടു ബി സി ആണെങ്കിൽ എ ടെൻസ് ടു ബി ആണെങ്കിൽ അതിനെ ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്ത് മാത്രമായിരിക്കും വരുന്നത്, എ ടെൻസ് ടു സി മാത്രമായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി തേർഡ് വണ്ണാണ് സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി. സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എ ടെൻസ് ടു ബി ആണ്, അതുപോലെ ബി സി ടെൻസ് ടു ഡി ആണെങ്കിൽ എനിക്ക് ഹോൾഡ് ചെയ്യുന്നത് എന്തായിരിക്കും, എ സി ടെൻസ് ടു ഡി ആയിട്ടായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡറി റൂളും പ്രൈമറി റൂൾസും എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആംസ്ട്രോങ് ആക്സിയോംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ക്ലോഷർ. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ആക്സിയോംസ് നമ്മൾ ഫോം ചെയ്തത് ഡിപ്പെൻഡ്സ് ഓൺ ക്ലോഷർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്ലോഷർ ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് നമുക്ക് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിബിൾ ആട്രിബ്യൂട്ട്സ് ആണ്. ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ നിന്ന് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ ഡിനോട്ട് ചെയ്യണത് എഫ് ക്ലോഷർ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഇതിന് കുറച്ച് സ്റ്റെപ്സുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലുള്ള ആട്രിബ്യൂട്ടിനെ നമ്മൾ ആഡ് ചെയ്യുക, പിന്നെ റൈറ്റ് സൈഡിലുള്ള ആഡ് ചെയ്യുക, അതിൻ്റെ തമ്മിലുള്ള ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉള്ള വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രോസ് ചെക്ക് ചെയ്യുക, എന്നിട്ട് പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൺസിഡർ ദി ടേബിൾ ഓഫ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഹാവിംഗ് റോൾ നമ്പർ, നെയിം, മാർക്സ്, ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ആട്രിബ്യൂട്ട്സ് ഹാവിംഗ് 2 ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് റോൾ നമ്പർ, നെയിം, മാർക്സ്. സെക്കൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് നെയിം, മാർക്സും, ലൊക്കേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കുക. എൻ്റെ ആദ്യത്തെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ആണ് റോൾ നമ്പർ, നെയിംസ്, മാർക്സ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താ പറഞ്ഞിരിക്കണം, ആഡ് ദി ആട്രിബ്യൂട്ട്സ് വിച്ച് ആർ present on the left hand side in the original functional dependency. That means എൻ്റെ എഫ് ക്ലോഷർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എന്താ, റോൾ നമ്പർ ആണ്. അപ്പോൾ റോൾ നമ്പർ ക്ലോഷർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആട്രിബ്യൂട്ട് എന്താണോ അത് ഒറിജിനൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി അത് തന്നെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്താ, റോൾ നമ്പർ തന്നെയാണ്. അപ്പോൾ റോൾ നമ്പർ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് എഴുതാം. ഇനി സ്റ്റെപ്പ് 2 പറഞ്ഞിരിക്കുന്നത് എന്താ, ആഡ് ദി ആട്രിബ്യൂട്ട് പ്രസൻറ്റ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓൺ ദി ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ആ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആട്രിബ്യൂട്ട്സ് എന്താ, നെയിമും മാർക്സും. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ആദ്യത്തെ സ്റ്റെപ്പിൽ റോൾ നമ്പർ അതുപോലെ എഴുതാം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നെയിമും മാർക്സും എന്ത് ചെയ്യുക, വീണ്ടും എടുത്ത് താഴത്തേക്ക് എഴുതാം.
അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 3 പറഞ്ഞേക്കണത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആട്രിബ്യൂട്ട് പ്രസൻറ്റ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ചെക്ക് അതർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ദി അതർ ഗിവൺ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ദാറ്റ് മീൻസ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ആട്രിബ്യൂട്ട്സിൽ ഞാൻ ചെക്ക് ചെയ്യുക, ഈ ആട്രിബ്യൂട്ട് വെച്ചിട്ട് ഞാൻ വേറെ ഏതെങ്കിലും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എന്ത് ചെയ്യുക, അത് ഡിറൈവ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റോൾ നമ്പർ എടുത്തു. റോൾ നമ്പർ എന്ന് പറയുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഓൾറെഡി ഉണ്ട്, എന്താ നെയിമും മാർക്സും, അത് ഞാൻ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഇനി നെയിം എന്ന് പറയുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് നോക്കുക, ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് മാർക്സും ലൊക്കേഷനും. അപ്പോൾ എന്താ, മാർക്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് മാർക്സ് എനിക്ക് വീണ്ടും എഴുതണ്ട, ഇനി എന്ത് മാത്രം എഴുതിയാൽ മതി, ലൊക്കേഷൻ മാത്രം എഴുതാം. അപ്പോൾ എന്താ, ഇനി ഇത്രേ ഉള്ളൂ, ഇനി വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണം ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഇനി വേറൊരു ആട്രിബ്യൂട്ടും എൻ്റെ സെറ്റിലില്ല. അപ്പോൾ സോ എൻ്റെ റോൾ നമ്പർ ക്ലോഷറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, റോൾ നമ്പർ ഉണ്ടാകും, നെയിം ഉണ്ടാകും, മാർക്സ് ഉണ്ടാകും, ലൊക്കേഷൻ ഉണ്ടാകും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എടുക്കുക. അതിൻ്റെ സ്റ്റെപ്പ് 1 ആദ്യം നെയിമാണ്, നെയിം അതുപോലെ തന്നെ എഴുതി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 2 ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് മാർക്സും ലൊക്കേഷനുമാണ്, അത് രണ്ടും അതുപോലെ തന്നെ എഴുതി. പിന്നെ നമ്മുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് നെയിമിൻ്റെ ഡിപ്പെൻഡൻസി ഓൾറെഡി എന്താ, മാർക്സ് ലൊക്കേഷനും ഉണ്ട്, അത് ഓൾറെഡി എഴുതിയേക്കണോണ്ട് വീണ്ടും റിപ്പീറ്റഡ് എഴുതണ്ട. മാർക്സിനും ലൊക്കേഷനും വേറൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ സോ നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നെയിംസ് മാർക്സ് ലൊക്കേഷനാണ്.